ന്യൂസ് 16 കേരള. റിസയുടെ 10ാമത് ലഹരിവിരുദ്ധ പ്രതിജ്ഞ. 6 ലക്ഷത്തിലധികം കുട്ടികളും ആയിരക്കണക്കിന് അധ്യാപകരും അണിനിരന്നു. അന്താരാഷ്ട്ര NGO സുബൈർ കുഞ്ഞു ഫൗണ്ടേഷന്റെ റിസയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ദിനത്തിൽ സംഘടിപ്പിച്ച പ്രതിജ്ഞാ ക്യാമ്പയിനിൽ വിവിധ രാജ്യങ്ങളിലെ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളുകൾ, പ്രൊഫഷണൽ കോളേജുകൾ, കേരളം, തമിഴ്നാട്, കർണാടകം, ആന്ധ്ര എന്നീ സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുമായി 6 ലക്ഷത്തിലധികം കുട്ടികളും ആയിരക്കണക്കിന് അധ്യാപകരും ലഹരിവിരുദ്ധ പ്രതിജ്ഞ എടുത്തു. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, മറാഠി, തമിഴ്, അറബിക്, ഉറുദു, കന്നഡ, തെലുങ്ക്, ഒഡീസി, മലായ്, ചൈനീസ് എന്നിങ്ങനെ 12 ഭാഷകളിൽ റിസയുടെ പ്രതിജ്ഞാവാചകം തയ്യാറാക്കിയിരുന്നു. ഫൗണ്ടേഷൻ ചെയർമാൻ ഡോക്ടർ അബ്ദുൽ അസീസ്, പ്രോഗ്രാം കൺസൾട്ടന്റ് ഡോക്ടർ AV ഭരതൻ, റിസ സ്കൂൾ ആക്ടിവിറ്റി കൺവീനർമാരായ പത്മിനി യു നായർ, ISR പ്രിൻസിപ്പൽ മീര റഹ്മാൻ, UN വോളണ്ടിയർ ഡോക്ടർ റുക്സാന എന്നിവരുടെ നേതൃത്വത്തിൽ അതാത് പ്രദേശങ്ങളിൽ നിന്നുമുള്ള റിസ കോർഡിനേറ്റർമാർ ചടങ്ങുകൾക്ക് ചുക്കാൻ പിടിച്ചു. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടുകാലമായി അന്താരാഷ്ട്ര തലത്തിൽ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന സുബൈർ കുഞ്ഞു ഫൗണ്ടേഷന്റെ റിസയ്ക്ക് 2012 മുതൽ സൗദി ദേശീയ മയക്കുമരുന്ന് നിയന്ത്രണ സമിതിയുടെയും 2020 മുതൽ UNODCയുടെയും അംഗീകാരമുണ്ട്. ലഹരി ഉപഭോഗം തുടങ്ങുന്നതിന് മുൻപ് തന്നെ തടയുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ചുവരുന്ന പ്രതിജ്ഞാ പരിപാടിയിൽ പുകവലി, മദ്യപാനം ഉൾപ്പെടെ എല്ലാത്തരം ലഹരി വസ്തുക്കൾക്കുമെതിരായ തുടർച്ചയായ പോരാട്ടമാണ് തങ്ങൾ ഒരു പതിറ്റാണ്ടിലധികമായി നടത്തി വരുന്നതെന്ന് റിസ കൺവീനറും സുബൈർ കുഞ്ഞു ഫൗണ്ടേഷൻ ചെയർമാനുമായ ഡോക്ടർ S അബ്ദുൽ അസീസ്, പ്രോഗ്രാം കൺസൾട്ടന്റ് ഡോക്ടർ AV ഭരതൻ എന്നിവർ പറഞ്ഞു. റിപ്പോർട്ട് മജിദ് KP 16, ന്യൂസ് 16 റിയാദ്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.